നമസ്കാരം. ഇഫ് യു ഡോണ്ട് ചേഞ്ച് നത്തിങ് വിൽ ചേഞ്ച്. നീ മാറിയില്ലെങ്കിൽ ഒന്നും മാറില്ല, നിന്റെ ജീവിതവും മാറില്ല. പിന്നെന്താ പ്രശ്നം? പലപ്പോഴും നമുക്ക് ഒന്നും മാറുന്നില്ല, നമ്മുടെ ജീവിതം മാറുന്നില്ല, പരാതികളാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ മാറാൻ തയ്യാറല്ല. നമ്മൾ ആ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ആ സ്ഥലത്തു നമുക്ക് ഒരു കാര്യത്തിനും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ മാറണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്? നമ്മൾ മാറുന്നതിന് മുമ്പ് നമുക്ക് ഒത്തിരി ചിന്തകളാണ്. അയ്യോ, അത് ശരിയാവുമോ, ഇത് ശരിയാവുമോ, ഞാൻ ഇവിടെ നിന്ന് മാറിയാൽ ശരിയാവുമോ? നമ്മൾ എവിടെ നിൽക്കുന്നോ അതേ പൊസിഷനിൽ നിന്നിട്ട് നമ്മുടെ ജീവിതം മാറുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യമാണ്? നമ്മൾ മാറാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതവും മാറൂ. അതിന് നമ്മൾ ആദ്യം എടുക്കേണ്ട തീരുമാനം എന്താണ്? നമുക്കൊരു ധൈര്യം വേണം. നമ്മുടെ ഡിസിഷൻ നമ്മൾ പെട്ടെന്ന് എടുക്കണം. അതുകൂടാതെ കൺസിസ്റ്റൻസി വേണം, നിരന്തരമായ പരിശ്രമം. ഇതെല്ലാം വേണമെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാകണം. ആ മനസ്സാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നീ മാറാൻ തീരുമാനിക്കുക, നിന്നെ മാറ്റുവാൻ തീരുമാനിക്കുക. നിന്റെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ, നിന്റെ എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ മാറ്റി മുന്നോട്ട് നീങ്ങുക. അപ്പോൾ തീർച്ചയായും നിനക്ക് വിജയം കിട്ടും. അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണോ വേണ്ട എന്ന് ചിന്തിക്കല്ലോ, ഒന്ന് ആലോചിക്കല്ലോ. അപ്പോൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ മാറണം. നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതവും മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്നും വിജയിച്ചവരാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുവാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങളുടെ ജീവിതം മാറി നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.